നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇനി എത്തിക്കഴിഞ്ഞു. അപ്പം സ്ഥാനാർത്ഥികളെല്ലാം വോട്ടപേക്ഷയുടെ തിരക്കിലാണ്. അപ്പം 4-ാം വാർഡ് പുയപ്പള്ളി 4-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ശ്രീമതി ചന്ദ്രമതി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. വിജയിച്ച് വന്നാൽ ഈ റോഡിനേക്കായി കൂടുതൽ പാവപ്പെട്ടവരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ 5 വർഷക്കാലം ജോലിയില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുമ്പോഴും നമ്മളെല്ലാവരും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം പട്ടിണിയിലോട്ട് മുമ്പോട്ട് പോകുന്ന കുറെ പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം വെക്കുന്ന നിവേദനം. കാരണം തൊഴിലുറപ്പ് പദ്ധതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ കുടുംബശ്രീയെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ റോഡുകളും കുടിവെള്ളം ജപ്പാൻ കുടിവെള്ളം അടക്കമുള്ള ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു മാത്രം. എന്താണ് സ്ഥാനാർത്ഥി അടുത്ത് പറയാനുള്ളത്? നാടിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ലത്. അതെ, അത് ജനങ്ങൾക്കും അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ 4-ാം വാർഡിൽ മത്സരിക്കുന്ന ചന്ദ്രമതി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നമ്മളെ. അല്ല, നാടിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് വല്ല റോഡോ കാര്യങ്ങളോ? റോഡുകളെല്ലാം ശരിയാക്കട്ടെ. പിന്നെ അതല്ലേ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും നല്ല വിജയം എന്ന് പറഞ്ഞാൽ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ റോഡുകളെല്ലാം സ്ഥാനാർത്ഥിയാണോ? ഒന്നും ജയിച്ചില്ലേ? വോട്ട് തന്ന ആളെ വിജയിക്കണം കേട്ടോ. കേട്ടോ, അനുഗ്രഹിക്കണം. അതെ, അമ്മാമേ വോട്ട് അനുഗ്രഹിക്കണം. എന്തൊക്കെ പ്രാവശ്യത്തെ വോട്ട് നമുക്ക് തരണം. ഓക്കെ, എല്ലാ അനുഗ്രഹങ്ങളും വോട്ട് ഒന്ന് സഹായിക്കണം. നമ്മുടെ ചിഹ്നം അരിവാട് ചുറ്റിയ നക്ഷത്രമാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വീണ്ടും നമ്മൾ വിജയിച്ച് വരാൻ വേണ്ടി നമ്മൾ അനുഗ്രഹിക്കണം. ഓക്കെ ഓക്കെ. വലിയ പഞ്ചായത്തുണ്ട്, പുയപ്പള്ളി പഞ്ചായത്തുണ്ട് കേട്ടോ. വോട്ട് ഒന്ന് സഹായിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകും. അത് മതി, ആ ഒരു ഉറപ്പ് മതി. അപ്പൊ സ്ഥാനാർത്ഥിയോട് 1-2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമ്മളിപ്പം ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് പ്ലാനുള്ളത്? 2015 നമ്മള് കഴിഞ്ഞ 15 മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടാണല്ലോ നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ജനങ്ങൾ വീണ്ടും ജനങ്ങളുടെ നല്ല പിന്തുണയോടുകൂടി വീണ്ടും ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ തീരുമാനം വന്നത്. അപ്പം വീണ്ടും നമുക്ക് ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി കുടിവെള്ളം, ജപ്പാൻ കുടിവെള്ളം അടക്കമുള്ള ഹൈമാസ്റ്റ് അടക്കമുള്ള റോഡുകൾ എല്ലാം നമുക്ക് നാടിന് വേണ്ടി ഇനിയും സമർപ്പിക്കാനുണ്ട്. ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടായാലും കക്കൂസ് കിണറുകൾ ഇപ്പൊ തന്നെ നമുക്ക് നിവേദനം കിട്ടിക്കഴിഞ്ഞു. ഒരു 10 റോഡിന്റെ തന്നെ നിവേദനം കിട്ടി. വീട് മെയിൻ്റനൻസിന്റെ ഒരു 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം കക്കൂസ് കിണറുകൾ ഇല്ലാത്തവരുടെ പരാതികളെല്ലാം നമുക്ക് ഒരു വെള്ള പേപ്പർ എഴുതി തരികയാണ് ചെയ്തത്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ ഇനിയും ജയിച്ചു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എന്താ ചെയ്യാനുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? എല്ലാ ആശംസകളും നേരുന്നു. നല്ല പൊതുവിൽ നല്ലൊരു അഭിപ്രായം. അതെ, ഓക്കെ. ഞാൻ ഈ വാർഡിലുള്ള എല്ലാ അപ്പുറത്തെ വാർഡിലും നല്ല അഭിപ്രായമാണ്. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വാർഡ് മെമ്പറായിട്ട് നിന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി, ഇനിയും ഒരുപാട് നടത്തും എന്നാണ് മെമ്പർ പറയുന്നത്. നേരത്തെയുള്ള മുൻ മെമ്പറാണ്, ഇപ്പൊ വീണ്ടും മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത്. ജയിച്ചു വന്നാൽ തീർത്തും മെമ്പർ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് നമുക്കറിയാം. റോഡുകളായാലും വീടുകൾക്കുള്ള മെയിൻ്റനൻസ് ആയാലും നല്ല രീതിയിൽ ചെയ്ത് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചന്ദ്രമതി ജയിച്ചിരിക്കും. അതാണ് പറയാനുള്ളത്. അതെ, ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്തൊരു സ്ഥാനാർത്ഥിയുമായി കണ്ടുമുട്ടുന്നിടം വരെ നന്ദി, നമസ്കാരം.